Guys, welcome back to kopyknight. ഞാൻ അഭിജിത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ടെക് മേഖലയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആണ് ഡെൽ. ഡെല്ലിന്റെ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വെറും 300 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്ന ഒരു മൗസ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നടന്നൊരു സംഭവം ഓർഡർ ചെയ്തിട്ട് 3-4 ദിവസത്തിനുള്ളിൽ തന്നെ സംഭവം കയ്യിൽ കിട്ടി. ഇത് ഡെല്ലിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയുകയാണ്, ഇവരുടെ എല്ലാ പ്രോഡക്റ്റ്സും നല്ല വെൽ പാക്ക്ഡ് ആയിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുക. അത് ഏത് പ്രൊഡക്റ്റ് ആയാലും ശരി. ഞാൻ മുമ്പ് ഒരു മോണിറ്റർ ഓർഡർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയുകയാണ്, നല്ല ഡാമേജ് ഫ്രീ ആയിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ് അവരെല്ലാ പ്രോഡക്റ്റ്സിനും കൊടുക്കാറുള്ളത്. അത്തരം പാക്കേജ് ഇലക്ട്രോണിക് പ്രോഡക്റ്റ്സിന് നല്ല രീതിയിൽ അത്യാവശ്യമാണെന്ന് എനിക്ക് ആ മോണിറ്റർ വാങ്ങിച്ചപ്പോഴുള്ള എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോണിറ്റർ കൊണ്ടുവന്നത് രീതി എന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കൊറിയർ സർവീസൊക്കെ വളരെ കെയർലെസ് ആയിട്ടാണ് നമ്മുടെ ഓരോ പ്രോഡക്ട്സും ഹാൻഡിൽ ചെയ്യുന്നത്. എൻ്റെ പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി എൻ്റെ പ്രോഡക്റ്റിൻ്റെ മുകളിൽ വേറൊരു പ്രോഡക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രോഡക്റ്റ് എടുത്തിട്ട് അവർ ഒരു മൂലയ്ക്ക് വലിച്ചെറിയുന്നതാണ് അന്ന് എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം നല്ല രീതിയിലുള്ള ഡാമേജ് ഫ്രീ ആയിട്ടുള്ള പാക്കേജിംഗ് ആണ് ഡെല്ല് എല്ലാ പ്രോഡക്ട്സിനും കൊടുക്കാറുള്ളത്. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് അൺബോക്സിലേക്ക് കിടക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഒരു കാർഡ് ബോർഡ് കൊണ്ട് പൊതിഞ്ഞൊരു പാക്കേജ് ആയിരിക്കും. അപ്പോൾ ഈ പാക്കേജിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇൻവോയ്സ് കാണാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞത് 300 രൂപ റേഞ്ചിലായിരുന്നു പ്രൊഡക്റ്റ് വരാമെന്ന്. അപ്പോൾ 319 രൂപയാണ് ടോട്ടൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. അത് ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ്. 40 രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത്. അപ്പോൾ ഇൻവോയ്സ് ഇവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിനി അൺബോക്സിങ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇപ്പം നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ ഒറിജിനൽ പാക്കേജിങ് ബോക്സാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതൊരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ടൊക്കെയാണ് അവർ നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ബോക്സിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാൻ പറ്റും 3 വർഷം വാറൻറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതിൽ അതിൻ്റെ മോഡൽ നമ്പറും കാണാൻ പറ്റും. MS116 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. അതുകൂടാതെ നമുക്കൊരു ഒതൻറ്റിക്കേഷൻ കോഡ് അവിടെ കാണാൻ പറ്റും. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ് ഡെല്ലിൻ്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒതൻറ്റിക്കേഷൻ കോഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ സ്ക്രാച്ച് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫുൾ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി ബോക്സിൻ്റെ മറ്റൊരു സൈഡിലേക്ക് വന്നാൽ ഇമ്പോർട്ടൻ്റ് അഡ്രസ്സും അതുപോലെ കംപ്ലൈൻ്റ് ഒക്കെ വന്നാൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മറ്റൊരു സൈഡിൽ കൊടുത്തിരിക്കുന്നത് മാക്സിമം റീറ്റെയിൽ പ്രൈസ് എത്രയാണ്, അതുപോലെ ഇമ്പോർട്ട് ചെയ്ത ഡേറ്റ്, വർഷം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബോക്സിൻ്റെ പിന്നിലേക്ക് വന്നാൽ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 1000 DPIയിൽ നമുക്ക് കഴ്സർ കൺട്രോൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒപ്റ്റിക്കൽ മൗസാണ് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന് വളരെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു മൗസാണ് ഡെല്ലിൻ്റെ ഈ ഒപ്റ്റിക്കൽ മൗസ്. പിന്നെ അഡീഷണൽ ആയിട്ട് അവിടെ വരുന്നത് വാറൻറ്റി രജിസ്ട്രേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് രജിസ്റ്റർ ചെയ്യാനുള്ള ബാർകോഡും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആ ബോക്സിൽ വരുന്ന ഇൻഫർമേഷൻ. ഇനി നമുക്ക് നമ്മുടെ അൺബോക്സിങ്ങിലേക്ക് തന്നെ തിരിച്ചു പോകാം. അപ്പോൾ ഡെല്ലിൻ്റെ ഇതൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും ഞാൻ പറഞ്ഞു നല്ല രീതിയിലുള്ള പാക്കേജിംഗ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സ് അവരുടെ എല്ലാ പ്രൊഡക്റ്റിനും ഉണ്ടാവാറുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോക്സാണ് അവർ പ്രൊവൈഡ് ചെയ്യാറ്. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മൗസാണ് നമ്മുടെ കയ്യിലിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിലൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് അവർ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ബോക്സിൽ കാണാൻ പറ്റിയ ഒരു യൂസർ മാനുവൽ അതെല്ലാ പ്രൊഡക്റ്റിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റെഗുലേറ്ററി ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫസ്റ്റ് ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നതാണ് ഡെല്ലിൻ്റെ MS116 എന്ന് പറഞ്ഞ മോഡൽ നമ്പറോടുകൂടിയ വയേർഡ് ഒപ്റ്റിക്കൽ മൗസ്.
അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഷേപ്പ് പറയാണ്ടിരിക്കാൻ വയ്യ, വളരെ ക്യൂട്ട് ലുക്കിംഗ് ആണ്. അതുപോലെ തന്നെ ക്ലാസി ലുക്കും കൊടുക്കുന്നുണ്ട് ഇതിന്. ഹോംലി പർപ്പസിനായാലും ഓഫീസ് പർപ്പസിനായാലും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന, അതേപോലെ ഗെയിമിംഗ് മൗസ് ആയിട്ടും കംഫർട്ടോടെ യൂസ് ചെയ്യാവുന്ന ഒരു മൗസാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ പറ്റും വലിയൊരു ലൈറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാനുഫാക്ചറിങ് ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളൊരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റബ്ബർ ബുഷസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സെമി സർക്കിളിൻ്റെ ഫുൾ ലെങ്ത്തിലാണ് ഇവർ ഈ ബുഷ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൗസ് യൂസ് ചെയ്യുന്നവർക്കറിയാം ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്നത് നമ്മുടെ ആ ഫിംഗർ യൂസ് ചെയ്യുന്ന ഭാഗത്തും അതുപോലെ നമ്മുടെ റിസ്റ്റായിട്ട് കോൺടാക്റ്റ് വരുന്ന ഭാഗത്തുമായിരിക്കും. അപ്പോൾ അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ നമുക്ക് അനുഭവം. അപ്പോൾ ഈ പഴയ മൗസസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും 4 മൂലയ്ക്കും ഏതെങ്കിലും ഒരു റൗണ്ട് ബുഷസ് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നമുക്കറിയാം ബുഷിൻ്റെ സർഫസ് ഏരിയ കൂടുന്നതോടൊപ്പം ഫ്രിക്ഷൻ്റെ അളവ് കുറയുകയും അതോടൊപ്പം തന്നെ മൗസിൻ്റെ മൂവ്മെൻറ്റ് സ്മൂത്ത് ആവുകയും ചെയ്യും. ഇങ്ങനെ സെമി സർക്കിളോട് കൂടിയ ബുഷസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള കൺട്രോളാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്തരം ബുഷസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടുള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൗസ് പാഡ് യൂസ് ചെയ്യാതെ തന്നെ സാധാ ഒരു ടേബിളിലും ഈ മൗസ് വളരെ സ്മൂത്തായിട്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ ഇതിലൊരു ഡിഫക്റ്റ്, അത് ഈ പ്രൊഡക്റ്റിൻ്റെ ഡിഫക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, അതോ എല്ലാ പ്രൊഡക്ട്സ് ഇങ്ങനെയാണോ എന്നറിയില്ല. ഒരു ഡിഫക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ക്ലിക്കിൻ്റെ നോയ്സിനേക്കാളും വളരെ കൂടുതലാണ് റൈറ്റ് സൈഡിൽ വരുന്ന ക്ലിക്കിന്. ഞാൻ ആ നോയ്സിൽ പറഞ്ഞ ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴും ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള ആ നോയ്സിൽ വരുന്ന ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ ഓഫീസ് ആവശ്യങ്ങൾക്കായിട്ട് ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം വളരെ കൂടുതലായിട്ടുള്ള നോയ്സ് ഇതിൻ്റെ ക്ലിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ പാം ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ മൗസ് വളരെ കംഫർട്ടായിട്ട് ഇരുന്നോളും. പക്ഷേ പാം ലെങ്ത്ത് കുറവുള്ളവർ, അതായത് കൈയുടെ വലിപ്പം കുറവുള്ളവരാണെങ്കിൽ ഈ മൗസ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നിങ്ങൾക്കത് വളരെ ബൾക്കി ആയിട്ട് തോന്നുന്നൊരു ഫീൽ ഉണ്ടാവും. ലെങ്ത് വൈസ് ആണ് ഞാൻ പറയുന്നത്. വീതി നോക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടായിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു മൗസാണ്. പിന്നെ ഇതിൻ്റെ മൗസ് വീലിലേക്ക് വന്നാൽ പലരും റിവ്യൂവിൽ പറയുന്നത് കേട്ടു ഇതിൻ്റെ മൗസ് വീലിന് ഗ്രിപ്പ് കുറവാണ്. അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രൂവ് പ്രൊവൈഡ് ചെയ്യുന്നതിനും പകരം ഒരു റബ്ബർ വീൽ കൊണ്ടുള്ള കോട്ടിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അതേപോലത്തെ ഒരു ഇഷ്യൂസ് ഒന്നും ഈ മൗസിന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഗ്രിപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ക്ലാസിക് ലുക്കിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ റബ്ബർ വീൽ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഗ്രൂവ്സ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഓവറോൾ വരുന്ന ഒരു ലുക്കിൻ്റെ ബ്യൂട്ടി നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടാം. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അവർ റബ്ബർ വീൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഗ്രിപ്പിൻ്റെ കാര്യത്തിൽ അവർ യാതൊരു കോംപ്രമൈസും കൊടുത്തിട്ടില്ല. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫുൾ ഡയമെൻഷനാണ്. കോഡ് ലെങ്ത് എത്രയാണ് വരുന്നത്, മൗസിൻ്റെ ഓവറോൾ വരുന്ന ലെങ്ത് എത്രയാണ്, അതുപോലെ അതിൻ്റെ വീതി എത്രയാണെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെയ്റ്റിൻ്റെ കാര്യം ഞാൻ ആ ഫസ്റ്റ് ലുക്കിൽ തന്നെ പറഞ്ഞു. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൗസിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് 11.5 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഇതിൻ്റെ കോഡ് ലെങ്ത് വരുന്നത് 1.7 മീറ്റർ ആണ്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മൗസ് പാഡ് യൂസ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്കൊരു 5 വർഷം വരെ ബുഷസിൻ്റെ കാര്യത്തിൽ ഗ്യാരണ്ടി പറയാവുന്ന ഒരു മൗസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബോഡി മൊത്തം ക്ലിക്സിന് വേണ്ടിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ലെഫ്റ്റ് ക്ലിക്കും റൈറ്റ് ക്ലിക്കും ഇതിൻ്റെ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ടെയിലെൻഡ് വരെ നമുക്കത് കാണാൻ പറ്റും. അതും ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നത് അത് വളരെ മൈന്യൂട്ടാണ്. എന്നിരുന്നാൽ പോലും നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസിൽ നിന്നും നമ്മുടെ ഹെൽത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരുപാട് റേഡിയേഷൻസും ലൈറ്റ്സും എമിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെയുള്ള ലൈറ്റ് സെൻസറിൽ നിന്ന് വരുന്ന ലൈറ്റ് കണ്ടാൽ അറിയാം വളരെ ഇൻറ്റൻസിറ്റി കൂടുതലുള്ള ലൈറ്റാണ്. അപ്പോൾ അത് കണ്ണിലേക്കൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ കണ്ണിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടാവാം. അതൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂ ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഈ മൗസിനെ റിവ്യൂ ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി ഒക്കെ വളരെ അക്യുറേറ്റ് ആണ്. 1000 dpi ആണ് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി മെഷർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കഴ്സർ കൺട്രോളൊക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും. ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റിവ്യൂ അനുസരിച്ച് ഇതിന് ടോട്ടൽ 10 8 മാർക്ക് കൊടുക്കാം. അപ്പോൾ ഞാനത് ഫ്ലിപ്കാർട്ടിലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിലത്തെ പർച്ചേസിങ് ലിങ്കും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ആമസോണിൽ സംഭവം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് പറ്റുകയാണെങ്കിൽ താഴെ കൊടുക്കാം. അപ്പോൾ ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു 3 years വാറൻറ്റി ഉള്ളൊരു മൗസ് നോക്കുന്നവരാണെങ്കിൽ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നൊരു മൗസാണ് ഡെല്ലിൻ്റെ MS116 എന്ന ഒപ്റ്റിക്കൽ വയർഡ് മൗസ്.
ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ചോദിക്കാവുന്നതാണ്. എല്ലാത്തിനും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഒരു ചെറിയ ബ്രേക്ക്.